താങ്കൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം നിങ്ങൾ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തായിരിക്കുമോ ആ നേട്ടം ഉണ്ടാവും? തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരത്തല്ലല്ലോ ആദ്യത്തെ എം പി ഉണ്ടായത്. ആദ്യത്തെ എം പി ഉണ്ടായത് തിരുവനന്തപുരത്തല്ലല്ലോ. പിന്നെ അപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഭരിച്ചത് തിരുവനന്തപുരത്തല്ലല്ലോ. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തും അതിന്റെ പ്രതിനിധികളുണ്ടാവും, ഒരു സംശയമില്ല. അപ്പോൾ തന്നെയും ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ BJPയെ സംബന്ധിച്ചുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പാലക്കാട് രണ്ട് ടൈം കഴിയുമ്പോഴത്തേക്ക് അവർ കേവല ഭൂരിപക്ഷം ഇല്ലാണ്ടാകുന്നു. പന്തളം പിടിച്ചതിന് ശേഷം പന്തളം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യക്ക് ആദ്യ MP ഉണ്ടായതിനു ശേഷം എത്ര നാളിന് ശേഷമാണ് താങ്കൾ പറയുന്ന ഒരു BJP MP ആദ്യമായി ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്നത് BJP നേരിടുന്നുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിന് തുടർച്ചയുണ്ടാകുമോ എന്നൊരു സംശയം എല്ലാവരും വെച്ച് പുലർത്തുന്നുണ്ട്. എന്തിനാ അങ്ങനെ സംശയം? 5 വർഷം കഴിഞ്ഞ് വരാൻ പോണ അനാവശ്യമായ സംശയം ഇപ്പോൾ എന്തിനാ? അനാവശ്യമായ സംശയം ഇപ്പോഴെന്തിന് 5 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന ഒരു കാര്യത്തിൽ? പിന്നെ എല്ലാ പാർട്ടികൾക്കും അധികാരം കിട്ടിയ സ്ഥലത്ത് അധികാരം നഷ്ടപ്പെട്ടിട്ടില്ലേ പല ഘട്ടങ്ങളിലായിട്ട്? ആർക്കാ അങ്ങനെ ജീവിതകാലം മുഴുവൻ അധികാരത്തിലുള്ളത്? 1-2 ടൈമൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും വരും. ഞങ്ങൾക്കിപ്പോൾ ഡൽഹിയിലെ അധികാരം എത്ര വർഷം ഡൽഹി സംസ്ഥാനം നഷ്ടപ്പെട്ടു, ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നില്ലേ? അതൊക്കെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അല്ല, കൺസിസ്റ്റൻസി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല.